പ്രാഗിൽ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വരുന്ന സ്ഥലമാണ് പ്രാഗ് കാസിൽ. അപ്പോൾ ഇന്ന് നമുക്കും അങ്ങോട്ടേക്ക് തന്നെ പോവാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ട്രാം എടുത്താണ് വന്നത്. ട്രാം ഇറങ്ങിയിട്ട് കുറച്ച് നമുക്കൊരു കയറ്റമുണ്ട്. ആ കയറ്റം നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു കയറ്റമാണ്. അത് കയറി വേണം നമുക്ക് പ്രാഗ് കാസിലെത്താൻ. ആ പോകുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ വലിയ വലിയ ബിൽഡിങ്സാണ്. ചിലത് മ്യൂസിയമാണ്. അങ്ങനെയൊക്കെ അതിങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ പോയി മുകളിലേക്ക്. ഈ കാസിൽ ലോകത്തിലെ ഏറ്റവും പഴയ ഒരു കാസിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. 880 ഇത് ഉണ്ടാക്കിയത്. ഇതൊരു കാസിൽ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ആണ്. അതിനകത്ത് 2 ചേർച്ച്, പിന്നെ ഗാർഡൻ, കോർട്ട്യാർഡ്, പിന്നെ ഒരു ഗോൾഡൻ ലെയിന്, അങ്ങനെ കുറേ സംഭവങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമുക്ക് കാസിലിനകത്ത് കടക്കാം. പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ ടിക്കറ്റ് എടുത്താലേ നമ്മളെ കടത്തി വിടുള്ളൂ. പള്ളി കാണാൻ പറ്റില്ല, ഗോൾഡൻ ലെയിൻ കാണാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ചെന്നൊരു ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും ടിക്കറ്റിന് ഭയങ്കര തിരക്ക്, ഭയങ്കര ക്യൂ ആണ്. അതിന് 3 മണിക്കൂർ നിൽക്കണം എന്ന് അവിടുത്തെ ഒരു ലേഡി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. പ്രാഗിലെ ഏറ്റവും പഴയ ഒരു ചേർച്ചാണ് സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി. അത് കഴിഞ്ഞ് മുകളിലെത്തിക്കഴിഞ്ഞാൽ ആ പ്രാഗിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫുൾ പ്രാഗ് കാണാം. അത് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ റൂഫും റെഡാണ് അവരുടെ. അപ്പോൾ ആ റൂഫിൻ്റെ കളറും മറ്റേത് ക്രീമും ആയതുകൊണ്ട്, ബിൽഡിങ്ങിൻ്റെ കളർ ക്രീമും ആയതുകൊണ്ട് ആ കോമ്പിനേഷനും എല്ലാം കൂടി നല്ലൊരു ഭംഗിയാണത് കാണാൻ. അപ്പോൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാൾസ് ബ്രിഡ്ജൊക്കെ കാണാം അവിടെ. അപ്പം ഓൾമോസ്റ്റ് പ്രാഗ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും പതുക്കെ അവിടെ നിന്ന് നോക്കാൻ. പക്ഷെ നല്ല റഷായിരുന്നു. ഈ കാണുന്നതാണ് പെട്രിൻ ഹിൽ. ആ മിനി ഐഫിൽ ടവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഫസ്റ്റ് ഡേ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാണുന്നതും ഇതേ സെയിം വ്യൂ ആണ്. അപ്പം അതാണ് പ്രാഗിൻ്റെ എല്ലാത്തിലും നമുക്ക് ആ പ്രാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ റെഡ് ആൻഡ് ക്രീമാണ്. അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടു. ഇനി ഇവിടുന്ന് കയറുന്നതാണ് കാസിലിൻ്റെ ആ ഫസ്റ്റ് എൻട്രൻസ് വരിക. ഇതാണ് കാസിലിൻ്റെ എൻട്രൻസ്. പ്രാഗ് കാണാൻ ആക്ച്വലി 2 ദിവസത്തെ ആവശ്യമുള്ളൂ. പക്ഷെ ഞങ്ങൾ പതുക്കെ പോയി അങ്ങനെ വളരെ സ്ലോയിൽ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് 3 ദിവസം വേണ്ടി വന്നത്. 2 ദിവസം ധാരാളം മതി. കയറി കഴിയുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു സ്ക്വയർ പോലെ. അവിടെ നിന്ന് നേരെ കാണുന്നതാണ് ഇതൊക്കെ. അതിൻ്റെ അത് പള്ളിയും ഇതൊരു പള്ളിയാണ്. അങ്ങനെ ആ ഒരു സ്ക്വയർ പോലെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കാസിൽ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാസിലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന് ആ വൈറ്റസ് കത്തീഡ്രലിൻ്റെ അവിടേക്ക് നടന്നു പോകണം. ഈ പ്രാഗിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് നടന്നു പോയി കാണാവുന്ന സ്ഥലങ്ങളാണ്. അപ്പം നല്ലോണം നടക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ. ഇതാണ് സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ. ഇതിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അത് ഭയങ്കരമായിട്ട് നമുക്ക് അത് മിസ്സായി ഞങ്ങൾക്ക്. ഇവിടെ 2 ഗാർഡ് നിൽക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ചേഞ്ച് ഓഫ് ഗാർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ പള്ളിയിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബെല്ലുണ്ട്. അതിന് സിഗ്മുണ്ട് ബെൽ എന്നാണ് പറയുക. ആ ബെല്ല് എപ്പോഴും അടിക്കില്ല. അവർ ചില റിലീജിയസ് ആയിട്ടുള്ള ചില ദിവസങ്ങൾ, പിന്നെ അവിടുത്തെ വലിയ ആൾക്കാരാരെങ്കിലും മരിച്ചാൽ അങ്ങനെയൊക്കെ വളരെ ചുരുക്കമായിട്ടേ അത് അടിക്കുകയുള്ളൂ. അപ്പോൾ അത് അടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അത്ര വെയിറ്റും ഇതുമൊക്കെ ഉള്ളൊരു ബെല്ലാണ്. അപ്പോൾ അതിനെന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയാണെങ്കിൽ പ്രാഗിന് എന്തെങ്കിലും മേജറായിട്ടുള്ളൊരു ഇഷ്യൂ വരും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് 2002 ആ ബെല്ലിന് എന്തോ ചെറിയ ക്രാക്കോ എന്തോ പറ്റി. അപ്പോൾ അതേപോലെ ആ സമയത്ത് അവിടെ ഫ്ലഡ് വന്നു. അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പോയത്. പക്ഷേ എന്നാലും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നാളെ ഞങ്ങൾ ഇവിടുന്ന് ഓസ്ട്രാവ എന്ന് പറഞ്ഞ ചെക്കിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.